ഈ മുസ്ലിം ബ്രദർഹുഡ് ഒക്കെ യൂറോപ്യൻ രാജ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേ പാറ്റേണുള്ള കാര്യമാണ്. അതായത് അവരവിടെ ചെന്നുകൊണ്ട് പെറ്റുകൂട്ടിക്കൊണ്ട് ആ നമ്പർ കൂട്ടിയിട്ട് ഈ ഡെമോക്രസിയുടെ ഏറ്റവും വലിയ വീക്ക്നെസ് ആയിട്ടുള്ള ഈ നമ്പർ എന്ന് പറയുന്ന സംഗതി അതിനെ അവർ ഉപയോഗിച്ചുകൊണ്ട് ഈ സംഗതികളെ അവരുടെ പരിധിയിലാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓരോ വിഷയത്തിലും നമുക്കത് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. ഇപ്പോൾ സുംബ എന്ന് പറയുന്നത് ഒരു ഫിറ്റ്നസ് പ്രോഗ്രാം, ഒന്നാമത് ഡാൻസ് അല്ല ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ അല്പവസ്ത്രം എന്ന് പറയുന്നത് അത് അവരുടെ തന്നെ കുഴപ്പമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ബിക്കിനി അല്ലെങ്കിൽ പർദ്ദ ഇതിൻ്റെ ഇടയിൽ ഒരു സാധനം ഇല്ല, അതാണ് അവരുടെ പ്രശ്നം. ഓക്കെ, പിന്നെ അതുകൂടാതെ ചില ഉസ്താദുമാർ എനിക്ക് തോന്നുന്നു സുംബ എന്നുള്ളത് സെർച്ച് ചെയ്തപ്പോൾ സ്പെല്ലിംഗ് അങ്ങനെ തെറ്റിക്കാണ്. കാരണം ഈ മദ്രസയിലാണ് ഇവരൊക്കെ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ സാമ്പ എന്നായിരിക്കും ചിലപ്പോൾ അവർ സെർച്ച് ചെയ്തത്. അപ്പോൾ സൂംബ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് സാമ്പയാണ്. അപ്പോൾ സാമ്പ എന്താണെന്ന് നമുക്കറിയാം, അത് ഒരു ബ്രസീലിയൻ ഒരു സംഗതി, അവിടെ ലാറ്റിൻ അമേരിക്കൻ തന്നെയാണ്. അത് വേറൊരു അത് ഡാൻസ് ഫോമാണ്, അത് അവരുടെ കൾച്ചറൽ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആമസോൺ കാടുകളിലുള്ള ആളുകളുടെ നൃത്തം നമ്മളിവിടെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്. കാരണം അതിന്റെ വേഷവിധാനങ്ങളൊക്കെ വേറെയാണ്. നമ്മുടെ നാട്ടിലെ ആദിവാസി ഗോത്രങ്ങളിലൊക്കെ നടക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. കാരണം അത് അവരുടെ കൾച്ചറൽ ആയിട്ടുള്ള കാര്യമാണ്. അതല്ലല്ലോ നമ്മളിവിടെ പറഞ്ഞു. ഇതൊരു ഡാൻസ് ഫിറ്റ്നസ് പ്രോഗ്രാമാണ്, ഒരു എയറോബിക് എക്സസൈസ് എന്നുള്ള രീതിയിൽ ശാസ്ത്രീയമായിട്ടുള്ള ചില തെളിവുകളോട് ഒപ്പം നിൽക്കുന്ന കാര്യങ്ങൾ അത് പല സ്ഥലങ്ങളിൽ അത് ഇംപ്ലിമെന്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സംഗതി ആയിരിക്കും. അത് നടപ്പിലാക്കാൻ ഇപ്പോൾ മദ്രസയിൽ പോയിട്ട് മീറ്റിംഗ് നടത്തണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും പ്രായോഗികമല്ല എന്ന് മാത്രമല്ല, അതിന്റെ ആവശ്യമില്ല. അത് സമയം മെനക്കെടുത്തലാണ്. സർക്കാർ അത് ചെയ്യേണ്ട കാര്യമില്ല. ഇത് മതേതരമായ ഇടങ്ങളെ മതേതരമായിട്ട് നിലനിർത്താൻ ഉള്ള ബാധ്യത അത് പൊതുസമൂഹത്തിനുണ്ട്. അത് കാത്ത് സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. ഇത്ര നാളും അത് ചെയ്യാതെ പോയതുകൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കേണ്ടി വന്നത്. ഇനിയിപ്പോൾ ഇവരിപ്പോൾ അത് പറയുന്നു, ഇവര് തുടക്കത്തിൽ അതല്ലല്ലോ പറഞ്ഞത്, ഇവർ ആഭാസം എന്ന് വിളിക്കുന്നു, ഈ അഴിഞ്ഞാട്ടം എന്നൊക്കെ പറയുമ്പോൾ അത് പിടിക്കപ്പെട്ടപ്പോഴാണ് അവർ ചർച്ച ചെയ്തില്ല, ഇതിന് ശാസ്ത്രീയ പഠനമില്ല എന്നൊക്കെ പറഞ്ഞു അടിച്ചേൽപ്പിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഈ കൊച്ചു കുട്ടികളുടെ മേത്തേക്ക് ഈ ചലാക്രമമൊക്കെ അടിച്ചേൽപ്പിക്കുന്ന ആളുകളാണ് ഈ പറയുന്നത്, ഹിജാബ് അടിച്ചേൽപ്പിക്കുന്ന ആളുകളാണ് പറയുന്നത് ഇത് അടിച്ചേൽപ്പിക്കുന്നു എന്ന്. അപ്പോൾ അങ്ങനെ അടിച്ചേൽപ്പിക്കൽ ഒരു പ്രശ്നമാണ് ഇപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഈ ചലാക്രമം അടിച്ചേൽപ്പിക്കരുത്, ഈ പറയുന്ന ഹിജാബ് അടിച്ചേൽപ്പിക്കരുത്, അങ്ങനെ പല സാധനങ്ങളും കൊണ്ട് അടിച്ചേൽപ്പിക്കുന്നത്. സ്വത്തവകാശത്തിന്റെ വിഷയം വരുമ്പോൾ അവർ സ്ത്രീകളിൽ അത് അടിച്ചേൽപ്പിക്കില്ല, തുല്യാവകാശം വേണമെന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് അത് കൊടുക്കാൻ അവർക്ക് സാധിക്കും. അപ്പോൾ അവർ മതത്തിന്റെ നിയമം എടുത്ത് പറയും. അപ്പോൾ മതം പ്രതിരോധത്തിലാവുന്ന സമയങ്ങളിൽ അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ജനാധിപത്യ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുക, അതിനെ അവർ കൂട്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് മതത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഇവിടെ കാണുന്നത്. ഇത് മതരാഷ്ട്രവാദക്കാരുടെ ഈ തീവ്രവാദ കൂട്ടങ്ങളുടെ സ്ഥിരം സ്വഭാവമാണ്. ഈ മുസ്ലിം ബ്രദർഹുഡ് ഒക്കെ യൂറോപ്യൻ രാജ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേ പാറ്റേണുള്ള കാര്യമാണ്. അതായത് അവരവിടെ ചെന്നുകൊണ്ട് പെറ്റുകൂട്ടിക്കൊണ്ട് ആ നമ്പർ കൂട്ടിയിട്ട് ഈ ഡെമോക്രസിയുടെ ഏറ്റവും വലിയ വീക്ക്നെസ് ആയിട്ടുള്ള ഈ നമ്പർ എന്ന് പറയുന്ന സംഗതി അതിനെ അവർ ഹൈജാക്കിയാണ് ചെയ്യുന്നത്. അതിനെ അവർ ഉപയോഗിച്ചുകൊണ്ട് ഈ സംഗതികളെ അവരുടെ പരിധിയിലാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓരോ വിഷയത്തിലും നമുക്കത് ഇവിടെ കാണാൻ കഴിയുന്നതാണ്.